പ്രതിഷേധങ്ങൾ ഫലം കാണുന്നുവോ കേന്ദ്രം മുട്ടുമടക്കുന്നുവോ? കശാപ്പ് നിയന്ത്രണ വിജ്ഞാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിൽ വിജ്ഞാപനത്തിൽ മാറ്റം വരുത്തുന്നത് പരിശോധിക്കുമെന്ന് കേന്ദ്രം. വിജ്ഞാപനം സംബന്ധിച്ച പരാതികൾ പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ അറിയിച്ചു. രാജ്യത്ത് കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നതിന് നിയന്ത്രണമില്ലെന്നും തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്നും ആണ് മന്ത്രി ഇന്ന് ആരോപിച്ചത്. നിലവിലെ വിജ്ഞാപനത്തിൽ ഇളവ് വരുത്തി പ്രതിഷേധം തണുപ്പിക്കാനാണ് കേന്ദ്ര ശ്രമം. ആദ്യം വാർത്ത കാണാം. മായ കശാപ്പ് നിയന്ത്രണ വിജ്ഞാപനം സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് ചൂണ്ടിക്കാട്ടി കേരളമടക്കം പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതിനു പിന്നാലെ പശ്ചിമ ബംഗാളും കർണാടകയും പ്രതിഷേധം അറിയിക്കുകയും മേഘാലയയിൽ BJPക്കുള്ളിൽ വിജ്ഞാപനത്തെ ചൊല്ലി പൊട്ടിത്തെറി രൂക്ഷമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കശാപ്പിനായി കന്നുകാലികളെ ചന്തയിൽ വിൽക്കുന്നത് നിരോധിച്ചുള്ള വിജ്ഞാപനത്തിൽ മാറ്റം വരുത്തിയേക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ അറിയിച്ചത്. കശാപ്പ് നിയന്ത്രണ വിജ്ഞാപനം സംബന്ധിച്ചുള്ള പരാതികൾ പരിശോധിക്കുമെന്നും ആവശ്യമായ മാറ്റങ്ങൾക്ക് തയ്യാറെന്നുമാണ് മന്ത്രി അറിയിച്ചത്. കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നതിനും മാട്ടിറച്ചി കഴിക്കുന്നതിനും ഒരു തരത്തിലുള്ള നിയന്ത്രണമില്ലെന്നും ഇപ്പോൾ നിലനിൽക്കുന്നത് തെറ്റിദ്ധാരണയും ആശങ്കയുമെന്നാണ് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധന്റെ വിശദീകരണം. अभी भी कोई सुझाव आएंगे, उनके ऊपर भी हम पूरी गंभीरता से चिंतन करेंगे. हमारा इस बारे में कोई किसी किस्म का कोई ये प्रेस्टीज इशू का विषय ही नहीं है. മൃഗങ്ങളോടുള്ള ക്രൂരത തടയണമെന്ന സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതെന്നും പിന്നീട് വിജ്ഞാപനം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുവെന്നും മന്ത്രാലയം വിശദീകരിക്കുന്നു. കശാപ്പിന് നിരോധനമുള്ള മൃഗങ്ങളുടെ പട്ടികയിൽ നിന്ന് പോത്തിനെയും എരുമയെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പുനർവിജ്ഞാപനത്തിനും മന്ത്രാലയം ആലോചിക്കുന്നു. നിലവിലെ വിജ്ഞാപനത്തിൽ ചെറിയ ഇളവുകൾ കൊണ്ടുവന്ന് പ്രതിഷേധം തണുപ്പിക്കാനാണ് ഇപ്പോഴത്തെ കേന്ദ്ര നീക്കം. എന്നാൽ നിയന്ത്രണം പൂർണ്ണമായി ഒഴിവാക്കത്തിടത്തോളം കർഷകരുടെ പ്രതിസന്ധി തുടരുക തന്നെ ചെയ്യും. മനുശങ്കർ, ദില്ലി. ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. KK രാഗേഷ് CPIM പ്രതിനിധിയായി, BJP പ്രതിനിധിയായി ശ്രീ KVS ഹരിദാസ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ജേക്കബ് ജോർജും നമ്മുടെ ചർച്ചയിൽ സജീവമായുണ്ട്. തീർച്ചയായും ആദ്യം ശ്രീ KVSലേക്ക്. KVS, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അതായത് കേന്ദ്ര വിജ്ഞാപനത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ആവർത്തിച്ച് പറയുകയും പ്രതിരോധം തീർക്കുകയുമായിരുന്നു താങ്കൾ അടക്കമുള്ളവർ ചെയ്തിരുന്നത്. പക്ഷേ ആ വിജ്ഞാപനം ഇതാ തിരുത്താൻ പോകുന്നു, വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടെത്തിയ പരാതികൾ പരിശോധിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പേരന്റ് ആക്ടിൽ നിന്ന് വിരുദ്ധമാണ് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ കൂടുതൽ സജീവമാവുകയാണ്. അതിന് പ്രസക്തി വർദ്ധിക്കുകയാണ്. കേന്ദ്രത്തിന്റെ അജണ്ട പുറത്തായി ജനം പിടിച്ചു എന്ന് വേണമോ കരുതാൻ? അജിംഷാദെ, ആ വിഷയത്തിലേക്ക് ഇന്നിപ്പോ ഡോക്ടർ ഹർഷവർദ്ധൻ നടത്തിയ പ്രസ്താവനയിലേക്ക് വരുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ നമ്മളിവിടെ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പറയൂ. അതിലേറ്റവും പ്രധാനം, BJP അധ്യക്ഷൻ അമിത്ഷാ കഴിഞ്ഞ 3 ദിവസമായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. അതാണ് BJPയുടെ ഔദ്യോഗിക നിലപാട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇവിടുത്തെ ഒരു മൃഗങ്ങളുടെ ഒരാളുടെ എന്താ പറയുക, ആഹാരത്തിന്മേൽ ഇടപെടാനുള്ള ഒരു ആവശ്യമോ അല്ലെങ്കിൽ ഒരു ഏർപ്പാടോ ഉണ്ടായിട്ടില്ല. 1, മൃഗങ്ങളെ കൊല്ലരുത് അല്ലെങ്കിൽ കൊല്ലുന്നത് തടഞ്ഞിട്ടില്ല. 2, രണ്ടാമത്തെ ഒരു പ്രശ്നം, കേരള ഹൈക്കോടതി ഈ പ്രശ്നം പരിശോധിച്ചിരുന്നു. ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്തായിരുന്നു? ആ നോട്ടിഫിക്കേഷൻ മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കൂ. അതിലെവിടെയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത് പോലുള്ള ഒരു പ്രശ്നം ഹർജിക്കാരടക്കം മുമ്പോട്ട് വെച്ച വീക്ക്നെസ്സുകൾ അല്ല, അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ പരാജയം. അതുകൊണ്ട് അത് വീണ്ടും പരിശോധിക്കപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് നോക്കൂ KVS. അല്ല, വരട്ടെ അല്ല പറഞ്ഞേക്കോ അജിംഷാദെ. മദ്രാസ് ഹൈക്കോടതി താൽക്കാലികമായിട്ട് അത് സ്റ്റേ ചെയ്തു. ഈ നോട്ടിഫിക്കേഷൻ റദ്ദാക്കല്ല ചെയ്തത്, ഹിയറിങ്ങിന് വേണ്ടിയിട്ട് ആ പ്രശ്നം പോസ്റ്റ് ചെയ്തു. അതാണ് ചെയ്തിരിക്കുന്നത്. രാജസ്ഥാൻ ഹൈക്കോടതിയിൽ ഈ പ്രശ്നം വന്നു. അവിടുത്തെ രാജസ്ഥാൻ ഹൈക്കോടതി ജഡ്ജിയുടെ ഉത്തരവ് നമ്മളൊക്കെ പല മാധ്യമങ്ങളും ചർച്ച ചെയ്തു. വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു. അശാസ്ത്രീയ പഠനങ്ങൾ അത് പറയരുത് ദയവായി. കർണനെ പിടിച്ച് ജയിലിലിടാൻ
പോയവർ ഈ ജഡ്ജിയെ കണ്ടില്ലേ? ബ്രഹ്മചാരിയായ മയിൽ, അശാസ്ത്രീയമായ ചിന്തകൾ. എങ്ങനെ ഇങ്ങനെ ഒരു ജഡ്ജി കൊളീജിയത്തിൽ നിന്നുണ്ടായി? നിങ്ങൾ പറയുന്നത് ശരിയാണ്, കൊളീജിയം ഒക്കെ പുനഃപരിശോധിക്കേണ്ട കാലം കഴിഞ്ഞു. അത് പോകട്ടെ KVS, ആ രോഷം, പൗരരോഷം കൂടിയുണ്ട് ആ വിഷയത്തിൽ. മൂന്ന് അല്ല, ഞാൻ പറഞ്ഞത് ഒരു ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ് അജീം ഷാദെ. നമ്മളൊരു ജഡ്ജി ഒരു വിധി പ്രസ്താവിച്ചാൽ അത് നാട്ടിൽ നടപ്പുള്ള കാര്യമാണ്. നമുക്ക് അതിനെതിരായിട്ട് പിന്നെ അപ്പീല് പോകാനേ കഴിയുള്ളൂ. ജഡ്ജിയെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് നമ്മുടെ ഒരു നിയമ സംവിധാനം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ സജീവമായിട്ട് ചർച്ച ചെയ്തത്. എനിക്ക് തോന്നുന്നു മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ ഈ വിഷയം ചർച്ചാ വിഷയമായത് ഇവിടെയാണ്. തീർച്ചയായും ഇവിടെ ഏറ്റവും കൂടുതൽ മാംസം ഭക്ഷിക്കുന്നൊരു വിഭാഗമുണ്ട്. അതിൽ പലരും ഉണ്ടാവും. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അമിത്ഷാ ക്രിസ്തീയ മത നേതാക്കളെ കണ്ടിരുന്നു, പിതാക്കന്മാരുൾപ്പെടെ. അതിനുശേഷം അവരുടെ KCBCയുടെ വക്താവ് തന്നെ കൈരളി ചാനലിൽ ഇതിനു മുമ്പത്തെ ഒരു ദിവസം ചർച്ചക്കിടയ്ക്ക് ഫോണിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടില്ല, ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, ഞങ്ങളുടെ മുമ്പിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത്രമാത്രം ഗൗരവമേ ഇവിടുത്തെ കത്തോലിക്ക സഭ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ സഭ ഉൾപ്പെടെയുള്ളവർ അതിന് നൽകിയിട്ടുള്ളൂ. ഇതാണ് ആദ്യമായിട്ട് ഞാൻ സൂചിപ്പിച്ച ഘടകങ്ങൾ. ഇനി ഞാൻ ഡോക്ടർ ഹർഷവർദ്ധൻ പറഞ്ഞതിലേക്ക് വരാം. ഹർഷവർദ്ധൻ പറഞ്ഞത് എന്താ? അജീം ഷാദ് സൂചിപ്പിച്ചതുപോലെ ആ ഉത്തരവ് പിൻവലിക്കുമെന്നോ ഭേദഗതി ചെയ്യുമെന്നോ അല്ല ഹർഷവർദ്ധൻ പറഞ്ഞത്. അത് സംബന്ധിച്ച് പരാതികൾ കിട്ടിയിട്ടുണ്ട്. ആ പരാതികൾ ഗവൺമെൻറ് പരിശോധിക്കും. അതൊരു സ്വാഭാവികമായ സർക്കാർ നടപടിക്രമമാണ്. അത് പിണറായി വിജയൻ ഗവൺമെൻറ് ആയാലും സോണിയാഗാന്ധിയാണ് ഇനി പ്രധാനമന്ത്രിയെങ്കിലും രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയെങ്കിലും മന്ത്രിയെങ്കിലും ഇത്തരത്തിലൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി പരിശോധിക്കുന്നത് ഗവൺമെന്റിന്റെ നാട്ടു നടപ്പാണ്, സാധാരണ നടപടിക്രമമാണ്. അത് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും ഞാൻ അപ്പോഴും കൂടിയാലോചനകളൊന്നും നടന്നിട്ടില്ല എന്നതല്ലേ അത് വ്യക്തമാക്കുന്നത്? അങ്ങനെ ഒരു വിജ്ഞാപനം വീണ്ടും പുനഃപരിശോധിക്കുന്നതിലേക്കും അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഗൗരവത്തോടെ എടുക്കുമെന്ന് പറയുമ്പോൾ അത് പ്രതിരോധങ്ങളുടെ വിജയമാണ്. ശ്രീ KVS, അങ്ങനെ വ്യാഖ്യാനിച്ചുകൂടെ? അല്ല അജീം ഷാദെ, അങ്ങനെയല്ല. ഒരു അഭിപ്രായ വ്യത്യാസം ഒരു കാര്യത്തിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു എതിർപ്പുണ്ടായാൽ അത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു നടപടിക്രമമാണ്. ഗവൺമെന്റ് അത് ചെയ്യും. അതിൽ ഈ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ഇതിൽ 2-3 പ്രശ്നങ്ങളുണ്ട്. ഞാൻ ആ അജീം ഷാദിനോട് ഒരു വരി മാത്രം ഒന്ന് എൻ്റെ കേൾക്കാൻ നോക്കൂ. അതിൽ ഈ ഒരു സെക്കൻഡ് മാത്രം ഹർഷവർദ്ധൻ ഇന്നത്തെ ഒരു ആ വാർത്ത DNA എന്ന് പറയുന്ന പത്രം റിപ്പോർട്ട് ചെയ്തതാണ്. ഹർഷവർദ്ധൻ സെറ്റ് rules under Prevention of Cruelty to Animals Act are not to influence food habits or affect slaughtering business. ഇത് എന്തിനെ കുറിച്ചുള്ളതാണ് ഈ ഉത്തരവ്? ഇവിടുത്തെ Prevention of Cruelty to Animals Act പരിധിയിൽ വരുന്നതാണ്. അത് തന്നെയാണ് ഇന്ന് ഹർഷവർദ്ധൻ ആവർത്തിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും അത് തിരുത്തണം, പരിഹരിക്കണം. അത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷേ ഈ പ്രശ്നം ഇപ്പോൾ സബ് ജുഡീസാണ്. ഇത് കോടതിയുടെ മുമ്പിലാണ്, അനവധി കോടതികളുടെ മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വിശ്വാസം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ആ പ്രശ്നമുണ്ട്. എൻ്റെ ഒരു വിശ്വാസം ഇന്നോ നാളെ ഇതൊന്നും ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. കാരണം ഗവൺമെൻറ് കോടതിയിലുള്ള ഈ കേസിൽ എന്താണോ തീർപ്പുണ്ടാവുന്നത്, കോടതിയുടെ ഡയറക്ഷൻ എന്താണോ ഉണ്ടാവുക, അതിന് കാത്തിരിക്കേണ്ടി വരും എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതാണ് KVS നേരത്തെ സൂചിപ്പിച്ചതുപോലെ. ശ്രീ KK രാഗേഷ്, അതായത് വളരെ കട്ട് ആൻഡ് ഡ്രൈഡായി ഈ വിഷയത്തെ, അതായത് അറവിനായി കാലിച്ചന്തകൾ ഉപയോഗിക്കരുത്, ഒരു കാലിയെ വാങ്ങിയതിനു ശേഷം 6 മാസമെങ്കിലും സൂക്ഷിക്കണം, ഇതിനൊരു കമ്മിറ്റി രൂപീകരിക്കണം, ഇത്തരത്തിൽ അറവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നേരിട്ട് തടയുന്നില്ല എന്നും ഇറച്ചിയോ ബീഫോ നിരോധിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുകയും, നേരത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞതുപോലെ സിഗരറ്റ് വലിക്കാം പക്ഷെ പുക പുറത്തേക്ക് എത്തരുത് എന്ന് പറയുന്നത് പോലെ ഉള്ള ചില വാദഗതികൾ വരുത്തി ഈ കാലിച്ചന്തകൾ തടയുക എന്നത്, അല്ലെങ്കിൽ കന്നുകാലികളിൽ തടയുക എന്ന് പറയുന്ന വലിയൊരു അജണ്ടയായിരുന്നു കേന്ദ്ര സർക്കാർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി കൃത്യമായി പ്രതിരോധം തീർക്കുന്നതിൽ വിജയിച്ചത്
നിങ്ങളുടെ ഇടതുപക്ഷവും പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങളുടെ നേതാവ് പിണറായി വിജയനുമാണ്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെ അടക്കം വിളിച്ച് ആ ഒരു കൺസോർഷ്യത്തോടു കൂടി നീങ്ങുകയും കൃത്യമായ ആ പ്രതിരോധത്തെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നു, പിണറായി വിജയനായിരുന്നു. ആ അർത്ഥത്തിൽ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയായ ശ്രീ കെ രാഗേഷിനോട് ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു വിജ്ഞാപനം പുനഃപരിശോധിക്കേണ്ടതിലേക്ക് എത്തുക എന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്? അല്ല, അതിനു മുമ്പേ ഇവിടെ BJPയുടെ നേതാവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്കെന്ത് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. BJPയുടെ ഏതെങ്കിലും ഒരു നേതാവ് കണ്ണടച്ചാൽ ലോകമാകെ ഇരുട്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ എന്താ വസ്തുത? 1960 പ്രിവെൻഷൻ ഓഫ് സ്ലോട്ടർ ആക്ട് അനുസരിച്ച് ഈ പറയുന്ന നിയമം അനുസരിച്ച് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് എന്ന് പറയുന്ന നിയമം അനുസരിച്ച് ഉള്ള ഒരു വിജ്ഞാപനമല്ല ഇവിടെ വന്നിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ പേരൻ്റ് ആക്ടിന് അനുസരിച്ചുള്ള റൂൾസാണ് ഫ്രെയിം ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെയുള്ള റൂളല്ല വന്നിട്ടുള്ളത്. വളരെ കൃത്യമായി അറവ് നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള, ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റൂൾസാണ് ഇവിടെ ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നത് വളരെ വളരെ വ്യക്തമാണ്, എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ്. അതിൻ്റെ മേലെ BJPയുടെ നേതാക്കൾ തുടർച്ചയായി ഇങ്ങനെ ആർഗ്യുമെൻ്റ് നടത്തുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. വസ്തുത ഏതാണ്? ആ വസ്തുത അംഗീകരിക്കാനും തയ്യാറാവുക. ഇത് അറവ് നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റൂൾ ഫ്രെയിം ചെയ്യുക, എന്നിട്ട് അറവ് ഇല്ലാതാക്കുക, അതുവഴി സംഘപരിവാറിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള RSSൻ്റെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട സവർണ മേധാവിത്വപരമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, എന്നിട്ട് അങ്ങനെയല്ല എന്ന് നാട്ടിൽ മുഴുവൻ പറയുന്നതിൽ എന്താണ് അടിസ്ഥാനമുള്ളത്? ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറയും, ഞങ്ങൾ ഇന്ന കാര്യം കൊണ്ട് അത് ചെയ്യുന്നു, ആർജവത്തോടെ പറയാൻ വേണ്ടി സാധിക്കാദ്യം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാദം ഉണ്ടെങ്കിൽ ആ വാദം നാട്ടുകാരോട് പറ, ഇന്ന കാരണം കൊണ്ടാണ് അറവ് തടയുന്നത് എന്ന് പറയും. ഇത് അറവ് ഇവിടെ നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള റൂൾസ് ഉണ്ടാക്കുകയും ചെയ്യുക, എന്നിട്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഇത് കണ്ണടച്ചാൽ ഇരുട്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. ആ രീതിയിലുള്ളൊരു വാദമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. പിന്നെ ഇവിടെയുള്ള പ്രശ്നം എന്താ? യഥാർത്ഥത്തിൽ UP തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള വിജയം, ആ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ RSSൻ്റെ അജണ്ട രാജ്യമാകെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UPയുടെ മുഖ്യമന്ത്രിയായിട്ട് യോഗി ആദിത്യനാഥ് വന്നതുൾപ്പെടെ അദ്ദേഹം നടപ്പിലാക്കുന്ന ചില നടപടികളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിനകത്ത് BJPക്ക് RSSന് വലിയ നിലയിലുള്ള സ്വാധീനം ലഭിച്ചപ്പോൾ, തെരഞ്ഞെടുപ്പിൽ വിജയം ലഭിച്ചപ്പോൾ RSSൻ്റെ അജണ്ട നിർലജ്ജം, യാതൊരു മറയുമില്ലാതെ ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടപ്പിലായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുക, സംഘപരിവാർ ശക്തികളെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക ഇടതുപക്ഷമാണ്. അതിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായ ഒരു നേതൃത്വപരമായിട്ടുള്ള ഒരു ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. രാജ്യമാകെ ഉറ്റുനോക്കുന്ന, രാജ്യത്തെ ജനങ്ങളാകെ ഞങ്ങൾ നയിക്കൂ എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ, ഈ വിഷയത്തിൽ പ്രഖ്യാപിക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ആ ഇടപെടലാണ് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ എടുത്തുള്ള സമീപനമാണ് ഇത്തരത്തിൽ തങ്ങൾ മാറി ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കേന്ദ്ര സർക്കാരിനെ BJP നയിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ മാറ്റി ചിന്തിപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള ഇടപെടലായിട്ട് അത് മാറിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തെയാകെ തകർത്തുകൊണ്ട് ഒരുതരം ഫാസിസ്റ്റ് രീതിയിൽ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് RSSും സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസരം കിട്ടിയാൽ ഭരണത്തിൽ 3/2 ഭൂരിപക്ഷവും മറ്റും കിട്ടുന്ന ഒരു നിലയുണ്ടായിക്കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുക എന്ന് നമ്മളിപ്പോൾ തന്നെ ചിന്തിക്കണം. നമ്മുടെ ജനാധിപത്യ ഘടന തന്നെ അവർ തകർക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായിട്ടുള്ള മതനിരപേക്ഷത, അതിനെ തകർക്കുക, അടിസ്ഥാന ഘടകമായിട്ടുള്ള ജനാധിപത്യത്തെ തകർക്കുക, ഫെഡറലിസത്തെ തകർക്കുക, അതിനോടൊന്നും യാതൊരു റെസ്പെക്റ്റും കേന്ദ്രം ഭരിക്കുന്നവർക്കില്ല എന്ന് അവർ നിരന്തരമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തെളിയിക്കുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിരോധത്തിന് ഇടമുണ്ട്. ആ പ്രതിരോധം എത്ര ചെറിയ കക്ഷിയുടെ നേതൃത്വത്തിലാണെങ്കിൽ പോലും ആ പ്രതിരോധത്തിന് നല്ല ഇടമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഇതിൽ ഈ പറയുന്ന റൂൾസ് പിൻവലിക്കുന്നില്ല എന്നുള്ളൊരു നിലയുണ്ടെങ്കിൽ ഇതൊന്നും കോടതിയിൽ നിൽക്കാൻ വേണ്ടി പോകുന്നില്ല.
കോടതി നീതിപൂർവ്വമുള്ള ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ നിൽക്കാൻ കഴിയില്ല. കാരണം പേരൻ്റ് ആക്ടിന് വിരുദ്ധമായിട്ടുള്ള ഒരു റൂളും ഇവിടെ ഫ്രെയിം ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അത്തരത്തിലുള്ള റൂളാണ് ഫലത്തിൽ സ്ലോട്ടർ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള റൂൾസാണ് ഇവിടെ ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ റൂൾസ് ഒരു കാരണവശാലും കോടതിയിൽ നിൽക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ നേതാക്കൾ അതിൻ്റെ വേണ്ടി പറയുന്ന ആളുകളൊക്കെ എത്ര പറഞ്ഞാലും അതല്ല വസ്തുത. ഇവിടെ അറവ് നിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താ? അതിൽ സാമ്പത്തിക താല്പര്യമുണ്ട്. ആ സാമ്പത്തിക താല്പര്യം എന്താണെന്ന് തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. അതാണ് ജേക്കബ് ജോർജ് ശ്രീ രാഗേഷ് പറഞ്ഞതുപോലെ വളരെ കൃത്യമായ കാര്യമാണ്. അതായത് പേരന്റ് ആക്ടിന് നിലനിൽക്കാത്ത വിധം ഒരു ലെജിസ്ലേഷൻ ഉണ്ടാക്കിയ ആക്ടിന് വിരുദ്ധമായ ഒരു റൂൾ ഒരിക്കലും നിലനിൽക്കില്ല. അങ്ങനെ ഓർഡിനൻസുകളുടെ സർക്കാർ എന്ന് മോദിയെ സംബന്ധിച്ച് പറയുന്ന ഒരു ആക്ഷേപം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ വിജ്ഞാപനം, ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തെത്തുന്നത്. പക്ഷേ ഈ വിജ്ഞാപനത്തിൻ്റെ ശരിതെറ്റുകളെ സംബന്ധിച്ച് ഒരു പക്ഷേ KK രാഗേഷ് ചൂണ്ടിക്കാണിച്ചത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് രാഷ്ട്രീയമായ പ്രശ്നവും നിയമപരമായ പ്രശ്നവും. ഏതായിരിക്കും ഈ വിജ്ഞാപനം പുനഃപരിശോധിക്കുന്നതിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിക്കുന്നതിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദം? രാഷ്ട്രീയ സമ്മർദ്ദം വളരെ കൂടുതലാണ്. രാഷ്ട്രീയ സമ്മർദ്ദമല്ല, അത് ജനങ്ങളുടെ ഒരു സമ്മർദ്ദം വളരെ കൂടുതലാണ്. പെമ കണ്ടു അടക്കം BJP മുഖ്യമന്ത്രിമാർ വരെ. അതെ, BJP. അതെ, എനിക്ക് തോന്നുന്നു മേഘാലയയിൽ, UP-ലാണെങ്കിൽ പോലും, ഗോവ, കേരള, അറിവ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ളവരാണല്ലോ ഈ പശുക്കളെയൊക്കെ മാടുകളെ വിൽക്കുന്നതും അതിനെ കൊണ്ട് നടക്കുന്നതും ലോറിയിലൊക്കെ കയറ്റി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്. സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായവർ, പാവപ്പെട്ടവർ, അവർ ഒരു ദിവസം ഒരു 50 കിലോ അല്ലെങ്കിൽ 70 കിലോ ഇറച്ചി വിൽക്കുന്നു. അതിന്ന് കിട്ടുന്നില്ല, അതിന്റെ തോല് എല്ലൊക്കെ അത്. പക്ഷേ ഈ ഉത്തരവിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ പശുക്കളെ അറവുകാർക്ക് വിറ്റുകൂടാ. അങ്ങനെ ആകുമ്പോൾ അറവപ്പടം വിൽക്കും, വേറെ ഒന്നും പറയണ്ട. ഡയറക്റ്റ് ആയിട്ടുള്ള ഹിറ്റിംഗ് എ ടാർഗറ്റ് ഓഡിയൻസ്, ഒരു ടാർഗറ്റ് ഇൻ ദ കമ്മ്യൂണിറ്റി. പക്ഷെ അതേസമയം തന്നെ ആ ഉത്തരവിൽ പറയുന്നുണ്ട്, ഇതൊന്നും ഓർഗനൈസ്ഡ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന കശാപ്പ് ശാലകളെ കോർപ്പറേറ്റുകൾക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ഇവിടെ ബീഫ് ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ അല്ല, കോർപ്പറേറ്റുകൾ ബീഫ് ഉണ്ടാക്കിയിട്ട് വിദേശത്തേക്ക് കയറ്റി അയക്കുകയാണ്. അത് തന്നെ ബിഗ് ബിസിനസ് ആണ്, അതിനെ ബാധിക്കത്തില്ല. സോണമടക്കമുള്ള BJP നേതാക്കൾ അത് പറയുന്നുണ്ട്. പതഞ്ജലി ബീഫ് പാക്കറ്റിലായി വരുന്നത് കേന്ദ്ര സർക്കാരിന് പ്രശ്നമാണ്. പിന്നെ അദാനി ബീഫും അംബാനി ബീഫും. ബഹുമാനപ്പെട്ട KVS പറഞ്ഞു, ഇവിടെ ക്രിസ്ത്യാനികളാണ് കൂടുതൽ ബീഫ് കഴിക്കുന്നത് എന്നൊരു വാചകം അദ്ദേഹം. അതെ, അത് ഞാൻ ചോദിക്കണമെന്ന് വെച്ചതാണ്. പള്ളിക്കാരെ അമിത്ഷാ കണ്ടു, പക്ഷെ അവരാരും പറഞ്ഞില്ല പള്ളിക്കാർ വേറെ പട്ടക്കാർ വേറെ ബീഫ് വേറെ, അങ്ങനെയല്ല. അല്ല, എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നലെ ഒരു ചാനലിലെ ചർച്ചയിൽ ഇതുപോലെ പങ്കെടുത്ത ശേഷം 10 മണിയായി. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ ഇങ്ങനെ തിരക്കൂട്ടിയിരിക്കുക, അവിടുത്തെ റിപ്പോർട്ടർമാരെല്ലാവരും കൂടെ. എന്നിട്ട് ഞാൻ എവിടെ ഞങ്ങൾ അവിടെ തിരുവനന്തപുരത്താണ് കേട്ടോ KVS. ഇവിടെ നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂൾ ഉണ്ടല്ലോ വഴുതിക്കാട്ട്, അതിന് അങ്ങപ്പുറത്ത് പൊറോട്ടയും ബീഫും കിട്ടും. നല്ല ബീഫാ സാറേ, നല്ല ബീഫാ. ഞങ്ങൾ സ്ഥിരം അവിടെ നിന്നാണ് പോയി കഴിക്കുന്നത്, പുട്ടും ബീഫും. അതിനകത്ത് ഒരൊറ്റ ക്രിസ്ത്യാനി ഇല്ല KVS, അതിനകത്ത് ഒറ്റ മുസ്ലിം ഇല്ല. നമ്മുടെ ഞാൻ പറയുന്നില്ല, ചാനലിൽ ഞാൻ പറയുന്നില്ല. ഇത് അങ്ങനെ കേരളമാണിത്. കേരളത്തില് ബീഫ് നമ്മുടെ സാധാരണക്കാരുടെ ഒരു പ്രാഥമികമായ ഫുഡാണ്. അത്യാവശ്യം വേണ്ട പ്രോട്ടീൻ മനുഷ്യന് കിട്ടുന്ന ഒരു പോഷകത്തിന്റെ സോഴ്സാണ്. ആ സോഴ്സ് ഇല്ലാതാക്കിയ ജനങ്ങളുടെ ആരോഗ്യമാണ് പോവുക. അത് ഭീകരമായ അവസ്ഥയിലേക്ക് പോകും. പിന്നെ ഇന്ത്യയില് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഉപജീവന മാർഗം അത് അപ്പാടെ ഇപ്പം കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ബാർ നിരോധനം, ഞാൻ കള്ളു കുടിക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ ബാർ നിരോധിച്ചത് കൊണ്ട് 10-20,000 ജോലിക്കാരുടെ കുടുംബം അപ്പാടെ അവരുടെ വീട്ടിൽ പട്ടിണിയായില്ലേ. അവരുടെ മക്കൾ 10ാം ക്ലാസ്സിലും BA-ക്കും BSc ഒക്കെ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ ആ ലോൺ എടുത്ത് വീട് വെച്ചിട്ടുണ്ടാവും. അതിനേക്കാൾ കഷ്ടമല്ലേ ഇന്ത്യ മുഴുക്കുകയും. ഇന്ന് കേരളത്തിൽ മാത്രമേ ഈ സമൃദ്ധി ഉള്ളത്, മറ്റു സംസ്ഥാനങ്ങളിൽ ഈ സമൃദ്ധി ഒന്നുമില്ല. അവിടെയൊക്കെ പാവപ്പെട്ടവരാണ് ഇതൊക്കെ നടത്തുന്നത്. അവരുടെ കഞ്ഞി കൊണ്ട് പാറ്റ ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരാവസ്ഥ തന്നെയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത് KVS, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ അമിത്ഷാ ഇവിടെ എത്തുന്നു. അമിത്ഷാ എത്തുന്ന ഒരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ കേരളവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഈ ദേശീയ പ്രതിരോധത്തിൽ ബീഫിൻ്റെ വിഷയത്തിലും ഈ വിജ്ഞാപനത്തിൻ്റെ കാര്യത്തിലും വളരെ നിർണായകമായ നാന്ദി കുറിച്ചു. പിണറായി വിജയൻ എല്ലാ മുഖ്യമന്ത്രിമാരുടെയും, അദ്ദേഹത്തിന് അത്തരത്തിലൊരു ബാധ്യത പോലുമില്ല, എന്നിട്ട് പോലും എല്ലാ മുഖ്യമന്ത്രിമാരെയും വിളിച്ചു. ഇത് ഫെഡറലിസത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്, ഷെഡ്യൂൾ 7 ലംഘിക്കുന്നതാണ്, ഇതിന് കൃത്യമായി മറുപടി നടക്കാൻ നിങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കണമെന്ന് തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള ജനങ്ങൾ ട്വീറ്റ് ചെയ്തു, തമിഴ്നാടിനെ കേരളത്തോട് ചേർക്കുമെന്ന്. ഇങ്ങനൊരു മുഖ്യമന്ത്രി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇതൊന്നും പിണറായി വിജയൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല,
കൃത്യമായ നിലപാടിലുള്ള അതെ വ്യക്തത കൊണ്ടാണ്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, സാമ്പത്തിക നിലപാടുണ്ട്, തീർച്ചയായിട്ടും അതാണ് ഒരു സമൂഹത്തിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്തേക്ക്, അങ്ങനെയുള്ള ഇടത്തേക്ക് അമിത്ഷാ വന്ന് ഇറങ്ങുമ്പോൾ തീർച്ചയായും ആ വിജ്ഞാപനം തിരുത്തുന്നു. അമിത്ഷാ ഇവിടെ വന്ന് ഇറങ്ങുന്നു. കൃത്യമായി ബീഫുമായി ബന്ധപ്പെട്ട് ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ, അല്ലെങ്കിൽ ആ വിജ്ഞാപനത്തിനുള്ള മറുപടി രാഷ്ട്രീയമായി നൽകുന്ന ഘട്ടത്തിലാണ് അമിത്ഷായുടെ എനിക്ക് പറയാനുള്ളത്. ഇതിനെയൊക്കെ കൂട്ടി വായിക്കണം. അതിന്റെ ഉത്തരം ഞാൻ വേറെ ഒരു ആംഗിളിലാണ് അതിനെ കാണുന്നത്. കാരണം UP-യിലൊക്കെ വൻ വിജയം തേടിയ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP, അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള BJP, അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളും നരേന്ദ്രമോദിയുടെ ഒരു സ്മാർട്ട് ലീഡർഷിപ്പുമാണല്ലോ ഇത്ര വലിയ നേട്ടം, തിളക്കമേറിയ വിജയം നേടിക്കൊടുത്തത്. അതിനെ തുടർന്നുണ്ടാകുന്ന തീരുമാനം ഇതാണോ വേണ്ടത്? രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഈ തീരുമാനം രാജ്യത്തെ പിന്നോട്ട് നയിക്കില്ലേ? രാജ്യത്തെ ഒരു വിഭാഗം ആൾക്കാരുടെ സാമ്പത്തികമായി അടിത്തറ തകർക്കുന്ന നിലപാടല്ലേ? ഒരു ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം, ഭാവിയിലേക്ക് രാജ്യത്തെ വളരെ വേഗം മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം സ്വയം പറയുന്നത്. ഇന്ത്യയുടെ വളർച്ച, അതിനുവേണ്ടി വലിയ വികസനം. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എന്ത് വികസനമാണ് ഈ ബീഫ് നിരോധനം കൊണ്ടുണ്ടാവുക? എന്ത് വികസനം ഉണ്ടാകും? ഒരു വികസനം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ഇന്ത്യ തകർച്ചയിൽ നിന്ന് ഇന്ത്യയുടെ ഒരു വലിയ സമൂഹം, ഒരു വിഭാഗം കടുത്ത സാമ്പത്തികമായിട്ട് തകർച്ചയിലേക്ക് പോകും. അപ്പം അങ്ങനെ ഒരു ഗവൺമെൻറ് തീരുമാനിക്കാമോ? ഈ ഗവൺമെൻറ് പകരം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുന്ന തീരുമാനമെടുക്കണം, വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുന്ന തീരുമാനമെടുക്കണം, അതിനുവേണ്ടിയുള്ള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കണം. അങ്ങനെയല്ല ജവഹർലാൽ നെഹ്റു ചെയ്തത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓരോ ചെയ്തികൾ നോക്ക്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യങ്ങളൊക്കെ തിരുത്താൻ ശ്രമിക്കുന്ന, ഒരു പുതിയ ഇന്ത്യ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഒരിക്കലും ഈ തീരുമാനം എടുക്കരുത്. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളതെന്ന് കൊണ്ടുവരുന്നതിന് പകരം അതിനേക്കാൾ മോശമായ ഒരു മുദ്രാവാക്യമാണ് കൊണ്ടുവരുന്നത്. അതാണ് KVS കർഷകന്റെ നട്ടല്ലൊടിക്കുന്നു, അത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാകുന്നു എന്ന വലിയ രാഷ്ട്രീയം ഇതിലുണ്ട്. അതാണ് KK രാഗേഷും ശ്രീ ജേക്കബ് ജോർജും നിരീക്ഷിച്ചതും KK രാഗേഷ് ആരോപിച്ചതും. ഒപ്പം വിള ഇൻഷുറൻസ് അടക്കമുള്ള വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്ന വീഴ്ച, റിലയൻസും ബജാജും പോലെയുള്ള കമ്പനികൾ ഈ ഇൻഷുറൻസ് തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ്. വിള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്കൗണ്ടിൽ നിന്ന് മാറിയിട്ടുണ്ട്, കർഷകന് കിട്ടിയിട്ടില്ല എന്ന വലിയ പരാതിയും പരിഭവവും വരൾച്ച നേരിടുന്ന കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് അവൻ്റെ കറവ പറ്റിയ എരുമയെയോ പശുവിനെയോ ഒന്നും മറ്റൊന്ന് പുതിയത് വാങ്ങാനായി വിൽക്കാൻ പോലും പറ്റില്ല എന്നതിലേക്ക് എത്തിക്കുന്നത്. അത് ഗുരുതരമായ കാർഷിക വിരുദ്ധത അതിലുണ്ട്. പ്രകടമായും കർഷകനെ അനുകൂലിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് കാർഷിക വിരുദ്ധതയാണ് KVS. അതുകൊണ്ടാണ് തിരുത്തേണ്ടി വരുന്നത്. അജിം ഷാദെ മാംസം കഴിക്കാൻ പാടില്ല, ഗോമാംസം കഴിക്കാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്തിട്ട് ഗോമാംസം അല്ലെങ്കിൽ ഗോഹത്തെ നിരോധിച്ച സംസ്ഥാനങ്ങളുണ്ട് ഇവിടെ. കേരളത്തിന് അത് ബാധകമല്ല, കേരളത്തിൽ അത് നാട്ടിൽ നടപ്പുള്ള കാര്യമാണ്. പക്ഷേ ഈ പർട്ടിക്കുലർ നോട്ടിഫിക്കേഷൻ വന്നത് എന്തുകൊണ്ടാണ്? നമ്മളിത് പലവട്ടം ചർച്ച ചെയ്തതാണ്. ഇത് ആവർത്തിക്കേണ്ടി വരുന്നതിൽ പ്രയാസമുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു ഡയറക്റ്റീവാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, അതിൽ എവിടെയാണ് ഒരു ഘട്ടത്തിലെങ്കിലും ഒരു വരിയെങ്കിലും ഈ വിധത്തിൽ മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മാറ്റങ്ങളെ കുറിച്ചാണ്. അതായത് അറവിനായി കന്നുകാലികളെ വിൽക്കരുത്, അതിൽ നിന്ന് പോത്തിനെ ഒഴിവാക്കും എന്ന ഏറ്റവും പുതിയ പ്രഖ്യാപനം തന്നെ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് അറവിനായി കാലിച്ചന്തകളെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അല്ല, വിജ്ഞാപനത്തിലുണ്ട്. അത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ചില വാർത്തകൾ കണ്ട് 6 മാസം വരെ കർഷകർ സൂക്ഷിക്കണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ അക്കമിട്ട് എണ്ണി എടുത്തു പറഞ്ഞതാണ്, ആ ഓർഡറിന്റെ സഹിതം. അത് പോകട്ടെ. അതായത് KVS സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഗോഹത്യ നിരോധിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലേതെന്ന രീതിയിൽ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചു സുരേന്ദ്രൻ അടക്കമുള്ളവർ. അതിൽ ഹിന്ദി കണ്ട ഘട്ടത്തിൽ വിവാദമായപ്പോൾ ആ ഹിന്ദി ഒഴിവാക്കിയിട്ട് പശുവിനെ കട്ട് ചെയ്ത വീണ്ടും ചിത്രങ്ങൾ അപ്പാടെ ഇടുന്നു. ഇതിനകത്തൊക്കെ ചില ദുഷ്ടലാക്ക് നിരീക്ഷിച്ചാൽ തെറ്റ് പറയാനാകില്ല KVS. അല്ല, ഞാൻ പറഞ്ഞോട്ടെ അജിം ഷാദെ, ഞാൻ പറഞ്ഞത് ഈ മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്ന് ഒരു സ്ഥലത്തും അതിൽ പറയുന്നില്ല. കാലിച്ചന്തകളിൽ നിന്ന് വാങ്ങുന്ന മൃഗങ്ങളെ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം.
അത് ആ കാലിച്ചന്തകളെക്കുറിച്ചുള്ള ഒരു ഡെഫിനേഷനും അത് അപ്കീപ്പ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചുമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, മൃഗങ്ങളെ വാങ്ങാം. ഇപ്പം എൻ്റെ കയ്യിലുള്ള മൃഗത്തിനെ ജേക്കബ് ജോർജിന് കൊടുക്കണമെങ്കിൽ എനിക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. കൊടുക്കാം, കൊല്ലാൻ വേണ്ടിയിട്ടോ വളർത്താൻ വേണ്ടിയിട്ടോ കൊടുക്കാം. പക്ഷെ കാലിച്ചന്തകളിൽ നടത്തുന്ന വിൽപ്പനകളെയാണ് ഇത് ബാധിക്കുന്നത്. നമ്മൾ വ്യക്തത ഇല്ലാതെ അതും ഇതും പറഞ്ഞ് ആക്ഷേപിക്കരുത് കാര്യങ്ങൾ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഉണ്ട്, പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കണം. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കണം. പക്ഷേ ശ്രീ KVS-ന് ജേക്കബ് ജോർജ് എന്ന വ്യക്തിക്ക് പോത്തിനെയോ പശുവിനെയോ വേണമെന്ന് തിരിച്ചറിയാനാകില്ല. അത് കാലിച്ചന്തയിലാണ് അതിന്റെ ഉപയോഗം നടക്കുന്നത്. അവിടെ കറവ പറ്റിയ ഒരു പശുവിനെ ഞാൻ മേടിച്ചു എന്നിരിക്കട്ടെ, ഞാൻ എന്ത് ചെയ്യാൻ അതിനെ കൊണ്ട്? വെട്ടും. ഞാനോ? നമ്മള് കശാപ്പുകാർക്ക് വിൽക്കല്ലേ ഉള്ളൂ. ഞാൻ ഒത്തിരി ഞങ്ങളുടെ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അജീം ഷാദെ കാലിച്ചന്തകളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷനാണ്. അതാണ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റും കൂടി വായിച്ചു നോക്കൂ. നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്തല്ലേ ഇവിടെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്നെങ്കിൽ അത് ഗവൺമെന്റ് പരിശോധിക്കട്ടെ. നിരോധിച്ചിട്ടില്ല എന്ന പേരന്റ് ആക്ട് അവിടെ നിലനിൽക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ സാധ്യമാകുമെന്നതാണ്. അതുകൊണ്ടാണ് ഈ പുനഃപരിശോധനയിലേക്ക് പോകുന്നത്. KK രാഗേഷ്, അങ്ങനെ തന്നെയല്ലേ ആ രാഷ്ട്രീയത്തെ കാണേണ്ടത്? KVS-ന്റെ ആ നിഷ്കളങ്കമായ പറച്ചിലോ അല്ലെങ്കിൽ നിരുപദ്രവമായ ആണ് ഈ വിജ്ഞാപനമെന്ന് സമർത്ഥിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളോ തെളിയിക്കുന്നതാണോ ഇന്നത്തെ സമകാലിക ഇന്ത്യയിലെ സംഭവ വികാസങ്ങൾ? അതിനെ എങ്ങനെയാണ് നമ്മൾ ആ നേർചിത്രത്തോടു കൂടി നോക്കേണ്ടത്? രാഗേഷ്, കഴിഞ്ഞ BJP അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങൾ താങ്കളെടുത്ത് പരിശോധിക്കൂ ശ്രീ KVS. ഒരു ഭാഗത്ത് ദളിത് വിഭാഗങ്ങളെ ആക്രമിക്കുന്നു, മറുഭാഗത്ത് മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു. ആക്രമിക്കുന്നതിന് കാരണമായിട്ടുള്ള ഗുജറാത്തിലെ ഉനയിൽ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. താങ്കൾ അവിടെ ആവേശം കൊണ്ടിട്ട് കാര്യമില്ല. അതാണ് പറയുന്നെങ്കിൽ ആവേശം കൊണ്ടിട്ട് കാര്യമില്ല. താങ്കൾ പറയുന്നത് കേൾക്കൂ. താങ്കൾ പറയുന്നത് ഞാൻ കുറെ കേട്ടല്ലോ. ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കൂ. അതിനുള്ള മാന്യത കാണിക്കൂ ആദ്യം. എന്നിട്ട് അതിനുശേഷം ചോദിക്കൂ, ഞാൻ ഉത്തരം പറയാം. താങ്കൾ എന്ത് പറഞ്ഞാൽ ഞാൻ ഉത്തരം പറയാം. അപ്പോൾ ഉന ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ദളിത് വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടത് നമ്മളെല്ലാവരും കണ്ടതാണ്. ചത്ത പശുവിൻ്റെ തൊലി ഉരിഞ്ഞു കൊണ്ടുപോയിട്ട് വിറ്റ പാവപ്പെട്ട ദളിത് വിഭാഗങ്ങളെ എത്ര ഭീകരമായി ആക്രമിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. മാംസം കയ്യിൽ വെച്ചു എന്നതിൻ്റെ പേരിൽ ദാദ്രിയിലുണ്ടായിട്ടുള്ള കൊല നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ഈ പറയുന്ന ബീഫ് കടിച്ചു കയ്യിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞ് എത്ര ആളുകൾ തൂക്കിക്കൊന്നു നിങ്ങൾ സംഘപരിവാർ ശക്തികൾ. അത് രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം നമ്മൾ നോക്കണം. അത് ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ഗോ സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാറിൻ്റെ പിന്തുണയോടുകൂടി ദളിത് വിഭാഗങ്ങൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് മതന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കാണണം. ആ പശ്ചാത്തലത്തിലാണ് ഉത്തർപ്രദേശിലൊരു തീരുമാനമെടുക്കുന്നത്. അവിടെയുള്ള മുഖ്യമന്ത്രി ഉത്തർപ്രദേശിലൊരു തീരുമാനം എടുക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഒരു വിജ്ഞാപനവുമായിട്ട് വന്നിട്ടുള്ളത്. ആ വിജ്ഞാപനം എന്താ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വളരെ കൃത്യമായി സംഘപരിവാർ മുന്നോട്ടേക്ക് വെക്കുന്ന സവർണ രാഷ്ട്രീയമുണ്ട്, സവർണ മേധാവിത്വപരമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, മനുസ്മൃതിയുടെ രാഷ്ട്രീയമുണ്ട്. മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയത്തെയാണ് അവർ ഇവിടെ ഇങ്ങനെ വളർത്തി വേവിച്ചെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് വസ്തുത. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ അവർ പറയും നിങ്ങൾ എലിയെ കൊല്ലാൻ പാടില്ല. എലിയെ കാണുമ്പോൾ ഓം ഗണപതിയായ നമഃ എന്ന് പറയണം എന്ന് അവർ പറയാൻ വേണ്ടി പോവാണ്. മത്സ്യം കഴിക്കാൻ പാടില്ല, കാരണം അത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് പറയാൻ വേണ്ടി പോവാണ്. പന്നിയെ കൊല്ലാൻ പാടില്ല, അതും മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് പറയാൻ വേണ്ടി പോവാണ്. നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല. ഭരണഘടനാപരമായിട്ട് ഉള്ള ഒരു അവകാശമുണ്ട്. ആ അവകാശം ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. അതിൻ്റെ മേലെ കൈകടത്താൻ ഏതൊരു ഗവൺമെൻറ്റിനും എന്താണ് അധികാരം? ഭരണഘടന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ സംഭാവനയല്ല. അത് നമ്മുടെ രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു അവകാശമാണ്. ആ ഭരണഘടനക്കുള്ളിൽ നിന്നിട്ട് മാത്രമേ BJP നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ആയാലും ശരി ഏതൊരു ഗവൺമെൻറ് പ്രവർത്തിക്കാൻ കഴിയൂ. പക്ഷേ ഇവിടെ ഭരണഘടന മുന്നോട്ടേക്ക് വെക്കുന്ന അടിസ്ഥാന ശിലകളായിട്ടുള്ള സെക്കുലറിസം, ഡെമോക്രസി, ജനാധിപത്യം, അതുപോലെ മതനിരപേക്ഷത ഉൾപ്പെടെയുള്ള അടിസ്ഥാന ഘടകങ്ങളെ
ഫെഡറലിസം ഉൾപ്പെടെയുള്ള ഘടകങ്ങളെ യാതൊരു പ്രയാസവുമില്ലാതെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് BJP ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം ആദ്യം ഒരുക്കുകയാണ്. ഗോവധ നിരോധനത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റിൽ സ്ലോട്ടറിങ്ങിന് എല്ലാം എതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു അന്തരീക്ഷം രാജ്യത്തായി ഒരുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ മേഖലകളിൽ ദളിത് വിഭാഗങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ആക്രമിച്ചുകൊണ്ടേയിരുന്നത്. അതായത് ഉനയിലടക്കം ദളിതനെ ആക്രമിച്ച വിഷയം, ഇന്ന് ഇന്ത്യയിലാകമാനം പശുവിറച്ചി ദാദ്രിയിൽ ഒരു പട്ടാളക്കാരൻ്റെ അച്ഛനെ അടിച്ചു കൊല്ലുന്നതിലേക്ക് പോയ വിഷയം, ഇതൊന്നും ഒരു ദേശദ്രോഹത്തിന്റെ രോഷമുണ്ടാക്കുന്നതല്ല BJP ചെയ്തത്. അതൊന്ന് ശ്രീ ജേക്കബ് ജോർജ്, പലചരക്കിലും പച്ചക്കറിയിലും അടക്കം എത്ര മായമാണ് ഈ രാജ്യത്തുള്ളത്. അതൊന്നും കണ്ടുപിടിക്കാതെ ഈ കാലിച്ചന്തകൾ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ അതിൽ ദുഷ്ടലാക്കില്ലെന്ന് വിശ്വസിക്കണമോ? അല്ല, അത് എന്ന് ഞാൻ പറയില്ല, അതിനകത്ത് രാഷ്ട്രീയമെന്ന് ഞാൻ പറയും. അത് ബഹുമാനപ്പെട്ട KVS കൂടെ ഉള്ളപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ തുറന്ന് ചർച്ച ചെയ്യാമല്ലോ. അപ്പോൾ ഇത് പശുവിൻ്റെ രാഷ്ട്രീയം, ഗോ രാഷ്ട്രീയം, ആ ഒരു ലെവലിലേക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് അമിത്ഷാ പറയുന്നത് കേരളത്തിലേക്ക് ഒരു പ്രത്യേക അജണ്ട വേണമെന്നാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തെ എന്നാ പറയുന്നത്, മുസ്ലിങ്ങളെന്ന് പറയുന്നില്ല, ക്രിസ്ത്യൻ സമുദായത്തെ, ന്യൂനപക്ഷത്തെ സ്വാധീനിക്കാൻ നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഗോമാംസമൊക്കെ ഉത്തരേന്ത്യയിൽ അത് ഞങ്ങൾ അവിടെ പറഞ്ഞോളാം, ഇവിടെ ഞങ്ങൾ അത് പറയില്ല എന്ന ഒരു നിലപാട് ഗോവയിലും അതാണ് എടുത്തത്. പരീക്കർ പറഞ്ഞത് ഞാൻ ദില്ലിയിൽ വന്നപ്പോൾ എന്റെ ഭക്ഷണം, എന്റെ തടി കുറഞ്ഞു, അത് ബീഫിനെ ഉദ്ദേശിച്ചാണ്, ഗോവയിലേക്ക് എത്തണം. അതെ. അപ്പം നോർത്ത് ഈസ്റ്റിലും അത് ബാധകമാണ്. അപ്പോൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം, അവിടെ ഗോമാംസം അവിടുത്തെ ജനങ്ങളുടെ ഒരു വികാരമാണ്. ഗോമാതാവ് എന്ന വികാരം ഹിന്ദി ബെൽറ്റിലുള്ള ഒരു വികാരമാണ്. ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. പക്ഷെ അവിടെ പോലും ഒരു കർഷകൻ ഒരു കറവ പറ്റിയ പശുവിനെ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് ഗവൺമെന്റ് ഉത്തരം പറയുന്നില്ല. അതാണ് ഇതിനൊക്കെക്കാൾ ഉപരിയായി ഒരു കേരളത്തിലടക്കം അമിത്ഷാ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മുഖ്യധാര പൊതുജന പാർട്ടിയായി BJPക്ക് ഉയരാനാകുന്നില്ല. ഇപ്പോഴും ബീഫ്, രാമജന്മഭൂമി, ഈ വിഷയങ്ങളിലൊക്കെ കിടന്ന് കളിക്കുകയാണ്. നെഹ്റുവിൻ്റെ കാലത്തെയോ JPയുടെ കാലത്തെയോ ലോഹിയുടെ കാലത്തെയോ പോലും VP സിംഗിൻ്റെ കാലത്തെയോ പോലും ഒരു മുദ്രാവാക്യം അത്തരത്തിൽ ഉയർത്താൻ BJPക്ക് കഴിയുന്നില്ല എങ്കിൽ അത് വലിയ പരാജയമാണ്. അതിലേക്ക് കൂടി ചർച്ചയെ വിന്യസിക്കാം. KVS അങ്ങനെയാണ്. അതായത് ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു കാര്യമുണ്ട്. അമിത്ഷാ കേരളത്തിൽ എത്തുന്ന ഒരു സാഹചര്യം ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിയെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട തന്ത്രത്തിൽ ബീഫുമില്ല, ഗോമാതാവുമില്ല. തന്ത്രം പൊളിയുന്നു. നമ്പർ 1. അടുത്തത് ഹിന്ദു ബെൽറ്റിലേക്ക് അല്ലെങ്കിൽ കൗ ബെൽറ്റിലേക്ക് ചെല്ലുമ്പോൾ പശുവിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇത്തരം സങ്കുചിതമായ രാഷ്ട്രീയ കളികൾക്ക് ഇന്ത്യയെപ്പോലൊരു മഹാരാഷ്ട്രത്തിൽ പ്രസക്തിയുണ്ടോ? നെഹ്റു, ജയപ്രകാശ് നാരായൺ, ലോഹ്യ, VP സിംഗ് അടക്കമുള്ളവർ ഉയർത്തിയിരുന്ന, എന്തിന് ഇന്ദിരാഗാന്ധി പോലും ഉയർത്തിയ ഗരീബ് ഹഠാവോ അടക്കമുള്ള മുദ്രാവാക്യം പോലും ഉയർത്താൻ BJPയെ പോലൊരു മുഖ്യധാര പാർട്ടിക്ക് ആവുന്നില്ല എന്നതിൽ രാഷ്ട്രീയ പരാജയം. അങ്ങനെ നിൽക്കുമ്പോഴാണ് അമിത്ഷാ ഈ സമ്പന്ന നവോത്ഥാന കേരളത്തിൽ കാലുകുത്തുന്നത്. അതിനൊക്കെ ആ രീതിയിൽ കേരളീയനായ KVS താങ്കൾ വിലയിരുത്തൂ. അജിബ് ഷാദ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് രാകേഷ് പറഞ്ഞൊരു കാര്യത്തിന് ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട്. ഇപ്പം രാകേഷ് ആദ്യം സൂചിപ്പിച്ചത് ഉനയിലെ സംഭവമാണ്. രാകേഷ് പാർലമെൻറ്റ് മെമ്പർ, അദ്ദേഹത്തിന് അറിയാത്തതാവില്ല ആ കാര്യം. ഉനയിൽ അവിടെ ഒരു ദാരുണമായ അല്ലെങ്കിൽ നമ്മളൊക്കെ അപലപിക്കേണ്ട സംഭവം ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ശക്തികൾ ആരെയാണ് അവിടെ അറസ്റ്റ് ചെയ്തത്? ആ കേസിലെ പ്രതികൾ ആരാണ്? കോൺഗ്രസ്സുകാരായിരുന്നു അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ആ ഗ്രാമത്തിൽ അവിടേക്കാണ് CPM ഉൾപ്പെടെയുള്ളവർ മാർച്ച് നടത്തിയത്. അവിടെ അറസ്റ്റിലായത് കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. അവരുടെ കോൾ ഡീറ്റെയിൽസ് വരെ പുറത്തു വന്നിട്ടുണ്ട്, ആരൊക്കെ തമ്മിലാണ് സംസാരിച്ചെന്നുള്ളത്. ഞാൻ ആൾക്കാരുടെ പേരുകൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരും അതിനകത്ത് പങ്കാളികളായിരുന്നു. ആ ഡീറ്റെയിൽസ് ഗുജറാത്ത് പോലീസ് പുറത്തുവിട്ടതാണ്. ഒന്ന്. രണ്ടാമത്തേത്, ഒരു സംസ്ഥാനത്ത് ഒരു ഇതുപോലെ തന്നെ ഒരു പട്ടികജാതിക്കാരനെയോ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലുമോ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളെയോ ആക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ആ ചെയ്യുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ ഗവൺമെൻറ്റിനാണോ, ആ ഭരിക്കുന്ന പാർട്ടിക്കാണോ? ഉത്തരവാദിത്വമുണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്, ഞാനും സമ്മതിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ
ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റവാളികളെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു മുസ്ലിം ലീഗുകാരൻ മലപ്പുറം ജില്ലയിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം പിണറായി വിജയൻ ഏറ്റെടുക്കാൻ കഴിയുമോ? BJPക്കോ കേന്ദ്ര സർക്കാരിനോ ഉണ്ടാകുമോ? ആ നിലയിലല്ല നമ്മൾ പ്രശ്നങ്ങളെ മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ച് സംസാരിക്കാനാണെങ്കിൽ ഞാൻ അത്തരം ചർച്ചകൾക്ക് പോകാറില്ല. ഒന്ന്, ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഒരു 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 നിലവിട്ടുള്ള ചർച്ചകൾക്ക് ഞാനില്ല ഏതല്ല അതിനെക്കുറിച്ച് പറഞ്ഞാൽ. പിന്നെ അജിം ഷാദ് ചോദിച്ച കേരളത്തിലെ വിഷയത്തിലേക്ക് വരാം. അമിത്ഷാ കേരളത്തിൽ വന്നത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടുക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്. BJPയിലേക്ക് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അനവധി പേര് പല ഭാഗത്തും വന്നിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയെ സൂചിപ്പിച്ചു. UPയിൽ 85% മുസ്ലിങ്ങളുള്ള കോൺസ്റ്റുവൻസീസ് ഉണ്ട്, 100 ചില്ലാനം കോൺസ്റ്റുവൻസി ഉണ്ട്. അതിൽ 85% മണ്ഡലങ്ങളിലും ജയിച്ചത് ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥികളാണ്. മുസ്ലിം വോട്ട് കിട്ടാതെ BJPക്ക് അവിടെ ജയിക്കാൻ കഴിയുന്നത് തോന്നുന്നുണ്ടോ? ഇത്തവണ മുസ്ലിം UPയിൽ ഉൾപ്പെടെ അത് മാത്രമല്ല അജിം ഷാദെ, 15% വോട്ടാണ് അവിടെ മറ്റുള്ളവർക്കുള്ള അജിം ഷാദെ കണ്ണടച്ച് വെളിട്ടാക്കരുത്. 15% വോട്ടാണ്. 85% വരെ മുസ്ലിം ഡോമിനേഷനുള്ള മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞു. UPയിൽ എവിടെ ആയിക്കോട്ടെ, എല്ലായിടത്തും. ഞാൻ പറഞ്ഞത് ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടാവും. അത് കേരളത്തിൽ പോലും ബംഗാളിൽ പോലും ത്രിപുരയിൽ പോലും ഉണ്ടാവാറുണ്ട്. ഞാനല്ല ഞാൻ പറഞ്ഞേ. അതുകൊണ്ടല്ല തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കുന്നത്. ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷ വിഭാഗം. ഇപ്പോൾ ഗോവയിൽ എത്ര കൊല്ലമായി BJP ജയിക്കുന്നു? അവിടുത്തെ 50%-ലേറെ ക്രിസ്ത്യാനികളുള്ള ഭാഗമല്ലേ. ഇത്തവണ മണിപ്പൂരിൽ എങ്ങനെയാണ് BJP ജയിച്ചത്? ഇതുവരെ ആസാമിലെ ബോർഡർ ഡിസ്ട്രിക്റ്റുകൾ മുഴുവൻ മുസ്ലിം ഡോമിനേറ്റഡ് അല്ലേ? ശ്രീ ജേക്കബ് ജോർജ്, അതാണ് അതായത് കാര്യം നിരത്തി KVS പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ എത്താം. അതായത് പശു രാഷ്ട്രീയം, ന്യൂനപക്ഷ രാഷ്ട്രീയം, അമിത് ഷാ, ഇതിലേക്കൊക്കെ KVS ഡയറക്റ്റായി പ്രവേശിച്ചു. താങ്കൾക്ക് പോകണം എന്നതുകൊണ്ട് അതേ സംബന്ധിച്ച് അല്ല, KVS പറഞ്ഞതിനകത്തൊരു വസ്തുവുണ്ട്. ഇന്ത്യയിലെ ഇത്ര ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നേതൃത്വം BJPക്ക് മാത്രമേ ഉള്ളൂ കേന്ദ്രത്തിൽ. അത് കേന്ദ്രത്തിൽ എന്നല്ല, കേരളത്തിൽ ഇല്ലെന്ന് അമിത്ഷാ തന്നെ പറയുന്നു. അല്ല, കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ലെന്നില്ല, ഏക്ഷിന്നില്ലെന്നേ ഉള്ളൂ. കാരണം കേരളത്തിലെ BJPക്കെതിരെ നിൽക്കുന്നത് ന്യൂനപക്ഷങ്ങളല്ല, ഇവിടുത്തെ സവർണ ഹിന്ദുക്കൾ തന്നെയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു ഇപ്പോഴും ഒരു ടഫ് നട്ട് ടു ക്രാക്ക് എന്ന് എല്ലാവരും പറയുന്നത് കൊണ്ടാണ്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണോ BJPക്കെതിരെ റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത്? അത് മലപ്പുറത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണല്ലോ നമ്മൾ. അവിടുത്തെ ഹിന്ദുക്കളുടെ വോട്ട് എങ്ങോട്ടാണ് പോയത്? സംശയമുണ്ടോ? ഇവിടുത്തെ മറ്റു പാർട്ടികളുടെ നേതാക്കന്മാരാരാ? എല്ലാവരും ഹിന്ദുക്കളല്ലേ, കൂടുതൽ പേരും ഹിന്ദുക്കളല്ലേ. അതുകൊണ്ട് ന്യൂനപക്ഷത്തെ കേരളത്തിൻ്റെ പൊതുസമൂഹം, ആ മലയാളിയുടെ ഒരു മനസ്സ്, അതിൻ്റെ അകത്തേക്ക് കടക്കാൻ BJPക്ക് അങ്ങോട്ട് കഴിയുന്നില്ല. 15% വോട്ട് അതുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാമാന്യ പൊതുവായ അംഗീകാരമുള്ള ഒരു സംസ്ഥാനത്തെ അംഗീകാരമുള്ള ഒരു പാർട്ടിയായിട്ട് വളരാൻ, മലയാളിയുടെ മനസ്സിൽ വളരാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് വെല്ലുവിളി. അത് തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളെ കാണാൻ ശ്രമിക്കുന്നു, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ഗോവധം അതിൻ്റെ ഉത്തരവ് ഒരു വശം നിർത്തിക്കൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെന്നല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിലോട്ട് പോലും BJPക്ക് കടക്കാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ്, അതായത് കേരളത്തിലെ കോൺഗ്രസിന് പോലും ഒരു ഇടതുപക്ഷ സ്വഭാവമുണ്ട് എന്ന് നിരീക്ഷിച്ചത് EMS അടക്കം പിണറായി വിജയൻ അടക്കമുള്ളവരാണ്. ആ ആത്മവിശ്വാസത്തിൽ മാത്രം കാര്യങ്ങൾ ഇനി മുമ്പോട്ട് പോകുമോ എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. അതന്നെ, രാകേഷിലേക്ക് വരുന്നതിന് മുമ്പ് KVSന്റെ പ്രതികരണം പൂർത്തിയായതിനു ശേഷം രാകേഷിലേക്ക് എത്താം. ശ്രീ KVS, അങ്ങനെയാണ്, അതായത് കേരളത്തിലെ ഇടതുപക്ഷം എന്നത് ഒരു പക്ഷേ വളരെ വലിയൊരു പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. കോൺഗ്രസിന്റെ പ്രതികരണങ്ങൾക്ക് പോലും ഒരു ഇടതുപക്ഷ സ്വഭാവമുണ്ട്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു ഗുജറാത്തിൽ പിടിക്കപ്പെട്ടത് കോൺഗ്രസ്സുകാരാണെന്ന്. അവിടെ സംഘപരിവാർ ഉയർത്തിയ ആ ഒരു കൗബെൽറ്റിന്റെ സ്വാധീനമാണ് അവരിലുണ്ടായത്. പക്ഷേ ഇവിടെ നോക്കൂ, അത്തരത്തിൽ സ്വാധീനമുള്ള ഒരു മണ്ണിലേക്ക് അമിത്ഷാ ഇറങ്ങുമ്പോൾ പശുവിൻ്റേതടക്കം, വിജ്ഞാപനത്തിലെ ബീഫ് വിരോധം അടക്കം ഒരുപക്ഷെ നിങ്ങൾക്ക് തിരിച്ചടിയാകുന്നു എന്ന കണ്ടെത്തൽ വിവക്ഷിക്കേണ്ടേ? ആ അർത്ഥത്തിൽ കൂടി കേരള രാഷ്ട്രീയത്തിലേക്കുള്ള BJP പ്രവേശനത്തെയും അമിത്ഷായുടെ വരവിനെയും. അജിം ഷാദെ, ഞാൻ കേരളത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ, ദൈനംദിന പ്രവർത്തനത്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരെ മുഴുവൻ അറിയുന്നവരും കാണുന്നവരും ഒക്കെയാണ്. നമ്മുടെ കടലോര മേഖലയുണ്ട്,
മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന സുഹൃത്തുക്കൾ. അവർ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ സജീവമായിട്ടുണ്ട്. അങ്ങ് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ നമുക്കവരെ കാണാം. എല്ലാ പാർട്ടികൾക്കും ആ മേഖലകളിൽ സ്വാധീനമുണ്ട്, സംഘപ്രസ്ഥാനങ്ങൾക്കും ഉണ്ട്. അവരൊക്കെ മത്സ്യം കഴിക്കുന്നവരല്ലേ? ദൈനംദിന ജീവിതത്തിൽ മത്സ്യം അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. മാംസാഹാരം കഴിക്കുന്ന അനവധി പേര്, എനിക്ക് തോന്നുന്നു സംഘപ്രസ്ഥാനങ്ങളിലുള്ളവരിൽ അനവധി പേര് കഴിക്കുന്നുണ്ട്. കേരളത്തിൽ അതൊരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നിന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ വന്നിരുന്നു. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം BJP പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് ഓരോ പ്രസ്ഥാനങ്ങളെ വിലയിരുത്തുന്ന സമയത്ത് അദ്ദേഹം എന്നെ കാണണമെന്ന് പറഞ്ഞു ചോദിച്ചു. ഞാൻ പോയി കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇവിടുത്തെ കേരളത്തിലെ BJPയുടെ പ്രശ്നം എന്താ? കേരളത്തിൽ ഏതാണ്ട് 53% ഹിന്ദു പോപ്പുലേഷൻ ഉള്ളത്. ഈ ഹിന്ദു പോപ്പുലേഷനിൽ തന്നെ മെജോറിറ്റി ഹിന്ദുസ് എന്ന് പറയുന്നത് CPMൻ്റെ കൂടിയാണ്. അതൊരു വസ്തുതയാണ്. കാരണം കേരളത്തിൽ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാണെന്ന് വെച്ചാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, നമുക്കൊക്കെ അറിയാം. കാരണം ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പ്രസ്ഥാനം CPM ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് BJPക്ക് ഇവിടെ കടന്നു കയറണമെങ്കിൽ മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ വോട്ട് കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതൊരു വസ്തുതയാണ്. അതിനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ, അവരെ വിശ്വാസത്തിലെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയേ പറ്റൂ. ഈ വിശകലനം ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അന്ന് സമർപ്പിക്കേണ്ടായി. കാരണം എനിക്ക് വേറൊന്നും അതിനകത്ത് നോക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു അന്ന് അദ്ദേഹത്തിനോട്. അല്ലാതെ നിന്നോട്ട് അതിൽ പലപ്പോഴും ഉണ്ടാകുന്ന ചെറിയ സ്പാർക്കുകൾ, ചില പ്രസ്താവനകൾ, ചില പ്രയോഗങ്ങൾ, ഇതൊക്കെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ 99.4% BJP വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നതുമാണ്. ഇത്തരം പ്രശ്നങ്ങൾ സംഘപ്രസ്ഥാനങ്ങളും BJPയും കേരളത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള അഭിപ്രായങ്ങൾ, നിഷ്പക്ഷമായിട്ട് പറയുന്നവരുടെ അഭിപ്രായങ്ങൾ അമിത്ഷായുടെയും BJP നേതൃത്വത്തിൻ്റെയും മനസ്സിലുണ്ടാവണം. അവരിത് വിശകലനം ചെയ്യാതിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ പറഞ്ഞത് കേരളത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയാതെ, അത് ഏത് പാർട്ടിക്കും അതെ, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയാതെ അങ്ങനെയാണ്. അതായത് KVS സൂചിപ്പിച്ചു, അദ്ദേഹം നിഷ്കളങ്കമായി തന്നെ ആ വിഷയത്തെ സംബന്ധിച്ച് ആ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ അദ്ദേഹം കൃത്യമായി പറയുകയാണ്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കാപട്യമില്ലായ്മയാകാം, ആ വ്യക്തിയുടേത്. പക്ഷേ അതുവഴി പുറത്തെത്തുന്ന വലിയ ചില കാര്യങ്ങളുണ്ട്. അതായത് ഏതൊക്കെ നിലയിലാണ്, എങ്ങനെയൊക്കെയാണ് കേരളത്തെ പിടിക്കാൻ പരിശോധിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് വിദഗ്ധരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ സ്രോതസ്സുകളായി എടുക്കുന്നതെന്ന്. ഓഫ് കോഴ്സ് ചില വൈരുദ്ധ്യങ്ങൾ എല്ലാ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളും നേരിടുന്നുണ്ട്. അവിടെ പറയുന്നത് ഇവിടെ കൊള്ളാതെ വരും. അത് ആ വൈരുദ്ധ്യം അവരുടെ തന്നെ ആന്തരിക വൈരുദ്ധ്യമാണ്. അതെപ്പോഴും കൂട്ടിമുട്ടുക തന്നെ ചെയ്യും. പക്ഷേ അത്തരം കാര്യങ്ങളെ നേരിടാനുള്ള കരുത്ത് കേരളത്തിലെ, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടോ? അത് തെളിയിക്കുന്നതാകുമോ ഇനിയുള്ള ദിനങ്ങൾ? അതിൻ്റെ ടെസ്റ്റ് ഡോസാണോ ഈ ബീഫ് വിരോധത്തിലുള്ള പ്രതിരോധത്തിൻ്റെ വിജയം എന്ന് കാണാമോ? KK രാഗേഷ്, താങ്കളൊന്ന് പരിശോധിക്കുക. ഇന്ത്യയിലുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു വളർച്ചയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മിക്കവാറും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ജനകീയ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വലിയ ബഹുജന മുന്നേറ്റങ്ങൾ, അത് ഭൂമിയുടെ പ്രശ്നം, തൊഴിലിൻ്റെ പ്രശ്നം, പാർപ്പിടത്തിൻ്റെ പ്രശ്നം ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ ബഹുജന മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ചരിത്രവും വർത്തമാനവും ഉണ്ടാവും. എന്നാൽ അങ്ങനെയുള്ള രാഷ്ട്രീയ കക്ഷികളിൽ നിന്നെല്ലാം തികച്ചും വിഭിന്നമായി ഒരു പ്രത്യേക രീതിയിലാണ് ബഹുജന സ്വാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാമജന്മഭൂമി പ്രശ്നം അവരെടുത്തൊരു പ്രശ്നം അതാണ്. എന്ന് പറഞ്ഞാൽ വളരുന്നതിന് വേണ്ടിയിട്ട് രാമനെ വേണം രാമന് ഉപയോഗിക്കും, കൃഷ്ണനെ വേണം കൃഷ്ണൻ ഉപയോഗിക്കും, പശുവിനെ വേണം പശുവിനെ ഉപയോഗിക്കും. അതല്ലെങ്കിൽ ദളിത് വിരുദ്ധ രാഷ്ട്രീയമാണെങ്കിൽ അത്, അതല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണെങ്കിൽ അത്. ഇങ്ങനെ വ്യത്യസ്തമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ ഘട്ടത്തിലും BJP വളർന്നിട്ടുള്ളത്. എവിടെ വേണമെങ്കിൽ പരിശോധിക്കാതെ, അത് ഉത്തർപ്രദേശിലായാലും ശരി. ഇപ്പം മുസാഫർ നഗർ കലാപത്തിന് ശേഷമാണ് ഉത്തർപ്രദേശിലെ വലിയ കക്ഷിയായിട്ട് BJP വരുന്നത്. ബീഹാറിൽ വർഗീയ കലാപം ഉണ്ടായതിനു ശേഷമാണ് ബീഹാറിൽ അവർ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നത്. ഗുജറാത്തിലും അങ്ങനെയാണ്, ബോംബെയിലും. എവിടെയൊക്കെ BJP സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു ഡിവിസീവ് അജണ്ട,
അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ സ്വാധീനം ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനവർ രാമനെയും കൃഷ്ണനെയും ക്ഷേത്രത്തെയും അല്ലെങ്കിൽ പശുവിനെയും ഈ പറയുന്ന എല്ലാ സംഗതികളെയും ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം തന്നെ നോക്കൂ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു അജണ്ട ഇപ്പം നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. വാസ്തവത്തിൽ BJPയുടെ 3 വർഷത്തെ ഒരു ഭരണമെന്ന് പറയുന്നത് തികഞ്ഞ പരാജയമായിരുന്നു. 2 കോടി തൊഴിൽ പറഞ്ഞതാണ്, 2 ലക്ഷം തൊഴിൽ പോലും നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കർഷകാത്മഹത്യ പെരുകുകയാണ്. എന്നിട്ട് കൃഷിക്കാരുടെ ലോൺ എഴുതിത്തള്ളാൻ വേണ്ടി തയ്യാറില്ല. അതേസമയത്ത് അതിനുവേണ്ടി ഒരു ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചതോ ആ ഇൻഷുറൻസ് പദ്ധതി കോർപ്പറേറ്റുകൾക്കാണ്. കോർപ്പറേറ്റുകളുടെ 1,14,000 കോടി രൂപയാണ് ഒരു പ്രയാസമില്ലാതെ നമ്മുടെ ബാങ്കുകളിലെ കിട്ടാക്കടം എഴുതി തള്ളിയിട്ടുള്ളത്. ബാങ്കുകളെ ജനങ്ങളെ ആ കൊള്ള ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. വിലക്കയറ്റം രൂക്ഷമാക്കുന്നു. ലോകത്തിലെ ആ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയുമ്പോൾ ഇന്ത്യയിൽ മാത്രം കൂടിക്കൊണ്ടിരിക്കുന്നു. എത്രമാത്രം ഭീകരമായ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ ചർച്ച ചെയ്യേണ്ട എത്ര വലിയ സംഭവങ്ങൾ. BJPയുടെ 3 വർഷത്തെ ഭരണമെന്ന് പറയുന്നത് ജനജീവിതം കടുത്ത ദുസ്സഹമാക്കി മാറ്റിയിട്ടുള്ള ഭരണമാണ്. ഇത് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സാമൂഹ്യ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കണം. അതിന് പറ്റിയ വഴിയെന്താ? അതിന് പറ്റിയത് വർഗീയതയുടെ രാഷ്ട്രീയം. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത അതാണ്. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ നയം മറച്ചു വെക്കുന്നതിന് വേണ്ടി അവർ ചെയ്ത ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ആ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള സാമ്രാജ്യത്വ തന്ത്രമാണ് വളരെ സമർത്ഥമായി RSS സംഘപരിവാറും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വന്നു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കേരളത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ഈ നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യമാണ്. ആ മതനിരപേക്ഷ പാരമ്പര്യം എങ്ങനെയാണ് ഇവിടെ രൂപപ്പെട്ടു വന്നത്? അത് ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം നിങ്ങൾ ഏത് ജാതി, ഏത് മതം, ഏത് വിശ്വാസം, ഏത് വിഭാഗം എന്നുള്ളതല്ല ചോദ്യം. നിങ്ങൾ അധ്വാനിക്കുന്നവരാണോ, കഷ്ടപ്പെടുന്നവരാണോ, കൃഷിക്കാരനാണോ, കർഷക തൊഴിലാളിയാണോ എന്നുള്ളതാണ് ഈ രാഷ്ട്രീയം ചോദിക്കുന്നത്. അത് വർഗരാഷ്ട്രീയമാണ്, ക്ലാസ് പൊളിറ്റിക്സ്. ആ ക്ലാസ് പൊളിറ്റിക്സ് എല്ലാ ജാതി മത വിഭാഗങ്ങളെയും പൊളിക്കാനാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ അടക്കം പ്രതീക്ഷ പ്രകടിപ്പിച്ച് മുമ്പോട്ട് പോകുന്നത്. വളരെ വിദഗ്ധ അടക്കമുള്ളവരുടെ പല എഴുത്തുകളിലും നേരത്തെ സൂചിപ്പിച്ചതാണ്. BJPക്ക് അങ്ങനെ ഒരു ഇടം വേണമെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളിലേക്ക് ഇരച്ചു കയറാനാകണം. അത് മുസ്ലിങ്ങളെ ആകില്ല, ക്രൈസ്തവ വിഭാഗത്തെ ആകും സാധ്യത കൂടുതൽ എന്നത്. അത് തന്നെയാണ് ഇന്ന് അമിത്ഷാ പയറ്റുന്നത്. അതിനെതിരെ ഈ ക്ലാസ് പൊളിറ്റിക്സിന് എങ്ങനെ പ്രതിരോധം തീർക്കാനാകും എന്നതുകൂടി താങ്കൾ വിശദീകരിക്കൂ KK രാഗേഷ്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ പലയിടങ്ങളിലും അവർ സ്വയം മാറി മുൻ മുഖ്യമന്ത്രിമാരുൾപ്പെടെ BJPയിലേക്ക് ചേരുകയാണ്. കോൺഗ്രസിനോ മറ്റേതെങ്കിലും ഒരു വലതുപക്ഷ കക്ഷികൾക്കോ BJPക്കെതിരായിട്ട് റെസിസ്റ്റൻസ് തീർക്കാൻ വേണ്ടി സാധിക്കില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കേരളം തന്നെയാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ടേക്ക് വെക്കുന്ന വർഗരാഷ്ട്രീയം, ആ വർഗരാഷ്ട്രീയം ജാതിമത വിശ്വാസത്തിന് മേലെ ജനങ്ങളെ വർഗപരമായി ഐക്യപ്പെടുന്ന രാഷ്ട്രീയമാണ്. അതിന് മാത്രമേ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ, ദുർബലപ്പെടുത്താൻ വലിയ നിലയിലുള്ള പരിശ്രമം ദേശവ്യാപകമായിട്ട് ദേശീയാടിസ്ഥാനത്തിൽ തന്നെ തീരുമാനിച്ചുകൊണ്ട് ഇവിടെ ഇടപെട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരിവിടെ സമഗ്രമാണ്. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം വൈവിധ്യങ്ങളുടെ ഇന്ത്യയിൽ നിലനിൽക്കില്ല. അതാണ് ഇന്ത്യൻ ചരിത്രം പലപ്പോഴും സൂചിപ്പിക്കുന്നത്. വിജ്ഞാപനത്തിലെ തിരുത്തൽ എന്നത് കേവലം ചെറിയൊരു വിഷയമല്ല. അമിത്ഷാ കേരളത്തിൽ വരുന്ന സാഹചര്യത്തിൽ അത്തരം തിരുത്തലുകൾക്കോ പുനഃപരിശോധനകൾക്കോ വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കുറച്ചു പേരെ ഏറെക്കാലം പറ്റിക്കാം, കുറേയേറെ പേരെ കുറച്ചു കാലം പറ്റിക്കാം. പക്ഷെ എല്ലാ പേരെയും എല്ലാ കാലവും പറ്റിക്കാനാകില്ല എന്ന് പറഞ്ഞ മഹാന്റെ വാക്കുകൾ കൂടി കടമെടുത്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.